സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നിർബന്ധമാണ്. നാട്ടിൽ സമാധാനം വേണം. നമ്മൾ ഒരു തരത്തിലും നാട്ടിൽ അരാജകത്വം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിലും നമ്മുടെ യുവാക്കളോ നമ്മുടെ ചെറുപ്പക്കാരോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമാധാനം തകർക്കുന്ന വിഷയം തകർത്തതിന്റെ പേരിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നമ്മളെല്ലാവരും സമാധാനം പറയേണ്ടി വരും. അപ്പം ഈ 10-12 വർഷ കാലഘട്ടത്തിൽ വളരെ സുന്ദരമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാനും അവിടെ മക്കയിലും മദീനയിലും അറേബ്യൻ നാടുകളിലും പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ ഇസ്ലാമിക സമൂഹത്തിന് അവസരം കിട്ടിയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് ഒഴുകിയത്. അങ്ങനെ തന്നെ പറയണം, ഒഴുക്കാണ് ഇസ്ലാമിലേക്ക്. ഒറ്റയും തറ്റയും ഒളിഞ്ഞും തെളിഞ്ഞും ആദ്യ കാലഘട്ടത്തിൽ ഹുദൈബിയ സന്ധിയുടെ മുമ്പുള്ള കാലഘട്ടത്തിൽ ആളുകൾ വന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഹുദൈബിയ സന്ധി വന്നതിന് ശേഷം ഒഴുക്കാണ് ഇസ്ലാമിലേക്ക്. കാരണം യുദ്ധമില്ല, പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ചില ആളുകൾ ധരിക്കുന്നത് എന്റെ വീട്ടിൽ ഗൾഫുകാരൊന്നുമില്ല, പ്രവാസികളൊന്നുമില്ല, നമ്മളിതൊന്നും ബാധിക്കില്ല. എല്ലാവരെയും ബാധിക്കും. ഇനി നോക്കൂ, നമ്മളല്ലേ ഇറാനെ ആ കടലെടുക്ക് അടച്ചു. അതിലൂടെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബൈക്കുകളിലേക്കും കാറുകളിലേക്കും എല്ലാ വാഹനങ്ങളിലേക്കും എണ്ണ കൊണ്ടുവരേണ്ട ആ കടലെടുക്കാണ് ഇപ്പൊ അടച്ചിട്ടുള്ളത്. എല്ലാ വ്യാപാരവും നിൽക്കും. കപ്പലുകൾ വരൂല, ഷിപ്പുകൾ വരൂല, എണ്ണ നിറച്ചുള്ള വലിയ ടാങ്കറുകൾ ഇങ്ങോട്ട് വരൂല, ഒരു രാജ്യങ്ങളിലേക്ക് വരൂല. നമ്മൾ ഇന്ത്യക്കാർക്ക് ഒന്നുമില്ലാന്ന് കരുതും. എല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന പല ചരക്കുകളും തടയപ്പെടും. നോക്കൂ, കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നത് ഭക്ഷണം കിട്ടാതെ ദുബൈ എയർപോർട്ടിലൊക്കെ എത്രയോ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. എത്രയോ ആളുകൾ പണമില്ലാത്തവരല്ല. UAE-യിലും അതുപോലെ തന്നെ മറ്റു ഗൾഫ് രാജ്യങ്ങളിലും കൺട്രിയിലും ഒക്കെ സൂപ്പർ മാർക്കറ്റുകളിലെ സാധനങ്ങളൊക്കെ വേഗം തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. എന്നാൽ ആളുകൾ കുറേ ദിവസം ഇങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നു. നമ്മളും വെക്കില്ലേ, 5 ദിവസം കോഴിക്കോട് അങ്ങാടിയിൽ നമുക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയും നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങി നമ്മൾ സൂക്ഷിക്കും. ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞാൽ കോവിഡ് അതിന് നമുക്ക് ഉദാഹരണമല്ലേ. സഹോദരങ്ങളെ, ഒരു പ്രയാസം വരുമ്പോൾ റബ്ബിനൊരു സെക്കൻഡ് മതി നമ്മുടെ ജീവിതത്തിന്റെ ക്രമത്തെ മാറ്റിമറിക്കാൻ. അതുകൊണ്ട് അല്ലാഹുവിനോട് നിരന്തരമായി റബ്ബേ സമാധാനം നൽകണമേ, അല്ലാഹുവേ സ്വീകരിക്കണമേ എന്ന് സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ ഖബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. അവർ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് അവർ വല്ലാതെ സംസാരിക്കൂല. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യൂല, അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ. നിങ്ങൾ സത്യവിശ്വാസികളെ, നിങ്ങൾ ചെയ്യാത്തതിന്റെ കാര്യം നിങ്ങൾ എന്തിനു പറയുന്നു എന്ന് അല്ലാഹുവിന്റെ ചോദ്യമാണ്. അങ്ങനെ പറയുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ക്രോധത്തിന്, അല്ലാഹുവിന്റെ വലിയ വെറുപ്പിന് വിധേയരാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവത്തിൽ കാണുകയും പറയുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ പരമാവധിയാണ്. മനുഷ്യൻ കുറെ പരിധികളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്യണം. ചില ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പറയും. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പടച്ച തമ്പുരാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും. ഇന്നിപ്പോ നമ്മൾ ഇഫ്താർ കുറെ ആളുകൾ ക്ഷണിച്ചിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും വരും എന്ന് പറയും. പക്ഷെ ആ ഇൻഷാ അല്ലാഹ് എന്നുള്ള പദത്തിന്റെ അർത്ഥം പറഞ്ഞാണ് നമ്മൾ പറയുന്നെങ്കിൽ, അല്ലാഹു ഈ ജസദിൽ റൂഹിനെ തന്നിട്ടുണ്ടെങ്കിൽ, സൗകര്യം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ സംവിധാനത്തിൽ പങ്കെടുത്ത്, നമ്മൾ ആ ആരാധനാ സ്വഭാവമുള്ള കാര്യത്തിൽ പങ്കെടുത്ത് നമ്മൾ അതിന്റെ പുണ്യം നേടുക എന്നുള്ളത് കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്നുള്ളത് വളരെ വളരെ വലിയൊരു പ്രഖ്യാപനമാണ്. അത് വലിയൊരു പ്രാർത്ഥന കൂടിയാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, തൗഫീഖ് ഉണ്ടാകും, അല്ലാഹു നമുക്ക് തൗഫീഖ് തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പിന്നെ ഈമാൻ കുറഞ്ഞു പോകുന്ന ആളുകളുടെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ വിശദീകരിച്ചത് തിന്മകളെ ലാഘവത്തോടു കൂടി കാണുക എന്നതാണ്. തിന്മകളെ ലാഘവത്തോടു കൂടി കാണുക എന്നത്. ഞാനിപ്പോ വരുന്നത് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എന്റെ കൂടെ എന്റെ സുഹൃത്തായ അവിടെയുള്ള ഒരു അധ്യാപകൻ കൂടി ഉണ്ടായിരുന്നു. അതേ പറയാണ്, കുട്ടികളൊക്കെ ഈ റമദാൻ മാസത്തിൽ പോലും നമ്മുടെ മുസ്ലിം സമുദായത്തിലെ മക്കള് അവരെ നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ വരെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാം? എല്ലാ തിന്മകളെയും ഹറാമിനെയും വളരെ ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസി
വലിയൊരു പർവ്വതത്തിന്റെ താഴെ നിൽക്കുന്നവനെ പോലെയാണ്. എന്താണെന്നറിയോ? ആ മല എപ്പോഴാണ് നമ്മുടെ തലയിലേക്ക് ഇടിഞ്ഞു വീഴുക എന്ന് ചിന്തിക്കുന്ന പോലെ അങ്ങനെയാണ് പാപങ്ങളെ ഒരു സത്യവിശ്വാസി കാണുന്നത്. മല ഇടിഞ്ഞു വീണാൽ നമ്മളെ കാര്യം എന്തായിരിക്കും? നമ്മൾ അതിന്റെ ഉള്ളിലായിരിക്കും. അതുപോലെ വളരെ ഗൗരവത്തിൽ കാണും. എന്നാൽ ഒരു തിന്മയെ നിസ്സാരവൽക്കരിക്കുന്നവൻ മൂക്കിന്റെ മുകളിൽ ഒരു ഈച്ച വന്ന് നിൽക്കുന്നതിന്റെ ലാഘവ ബുദ്ധി പോലും അവരെ തിന്മകളുമായി ബന്ധപ്പെടും. അതാണ് ഇന്നത്തെ സമൂഹം, ഇന്ന് വളർന്നു വരുന്ന തലമുറ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരെ കൈപിടിച്ചു കൊണ്ടുവരണം. കുറ്റപ്പെടുത്തുന്നവരല്ല, പരിഹസിക്കുന്നവരല്ല, ദൂരെ നോക്കി നിന്ന് അവരെ കുറ്റവാളികളുടെ പട്ടികയിലേക്ക് എഴുതി ചേർക്കുന്നവരല്ല. നമ്മൾ അവരെ കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം അന്നും എന്നും ഇന്നും നിർവഹിച്ചു പോരുന്നത് അത് തന്നെയാണ്. എന്നും നിർവഹിച്ചു പോരുന്നത് അത് തന്നെയാണ്. മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി മർഹൂം അദ്ദേഹം പറയുമായിരുന്നു, അല്ലാഹു മഅഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, ഒരു പൊട്ടക്കിണറ്റിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ, പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൽ മുള്ളും ചേറും ചളിയും വിഷജീവികളും ഇഴജന്തുക്കളും ഒക്കെ ഉണ്ടാവും. കാരണം ആരും ശ്രദ്ധിക്കാത്തതാണ് ആ കിണർ. ആ കിണറിൽ നിന്ന് ഒരാളെ കയറ്റി കരയിൽ കൊണ്ടുവന്ന് നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന പണിയാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും മുൻകാലത്ത് ചെയ്തതും എന്ന് പറയുണ്ടായി. വളരെ ലളിതമായ ആർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിലാണ് മഹാനായ അത് വിശദീകരിച്ചത്. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ദൗത്യങ്ങൾ, അപ്പൊ തിന്മകളെ ലാഘവ ബുദ്ധിയോടുകൂടി കാണാൻ നമ്മൾ അനുവദിക്കരുത്. ആ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാനുള്ള ഒരു ട്രെയിനിങ് പീരീഡാണ് റമദാൻ മാസം. കഴിഞ്ഞ കൊല്ലത്തെ റമദാനും വന്ന് ഈ കൊല്ലത്തെ റമദാനും വന്ന് എന്ന് പറയുന്നതിലപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ, നമ്മളൊരു പുതിയ വാഹനം വാങ്ങിയാൽ ആ വാഹനത്തിന്റെ കമ്പനി ഉടമകൾ പറയും ഇത്ര കിലോമീറ്റർ ആയാൽ അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങളായാൽ നിങ്ങളത് സർവീസിന് കൊണ്ടുവരണമെന്ന്. ഇനി നമ്മുടെ വീട്ടിലില്ലെങ്കിലും ആ വാഹനം സർവീസ് സ്റ്റേഷനിൽ ആ വാഹനത്തിന്റെ കമ്പനിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള വലിയ ജാഗ്രത കാണിക്കുന്നവരാണ് നമ്മൾ. എന്നിട്ട് അതിന് എന്തെങ്കിലും നമ്മുടെ ഡ്രൈവിംഗിൽ നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ, വണ്ടിയുടെ എന്തെങ്കിലും ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അതിനേക്കാൾ ഉപരി നമ്മളെ അല്ലാഹു ഒരു സർവീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയിരിക്കുകയാണ്. റമദാൻ എന്ന് പറയുന്ന സർവീസ് സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. ഈ സർവീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഹോദരിമാരെ, നമ്മളുടെ ഈ റമദാനിന്റെ ഒന്നിന്റെ അല്ലെങ്കിൽ തലേ ദിവസമുള്ള സ്വഭാവമോ തലേ ദിവസമുള്ള പ്രവർത്തനമോ തലേ ദിവസമുള്ള കാര്യങ്ങളോ ആയിരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ. അതിൽ നിന്ന് മാറി എല്ലാ കാര്യത്തിലും ഒരു കൃത്യമായ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ടാവണം. പ്രത്യേകിച്ച് തിന്മകളെ നമ്മൾ ലാഘവത്തോടെ കാണരുത്. നന്മകളെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ഒരു നന്മയെ പോലും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് എന്താ പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠയില്ലാതിരിക്കുക വലിയ പ്രശ്നം, ഈമാൻ ദുർബലപ്പെടുന്ന സംഭവമാണ്. നിങ്ങൾ കണ്ടില്ലേ, കുറെ മുസ്ലിം നാമധാരികളായ വ്ളോഗർമാർ, എഴുത്തുകാർ നവമാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നും അവര് മുസ്ലിം സമുദായത്തിനെതിരെ പേനയിട്ടുന്ന ആളുകളാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാതെ വരുന്നത് എക്സ് മുസ്ലിം എന്ന് പറയുന്ന വിഭാഗം. അവർ പേരൊന്നും മാറ്റിയിട്ടില്ല. അവരുടെ ഈമാൻ കുറഞ്ഞു പോയത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിനെ വരെ, ഇപ്പൊ ഞാൻ ഈ വനിതാ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, സഹോദരിമാരെ, നിങ്ങൾ പരസ്യമായിട്ട് വെള്ളം കുടിക്കാൻ പോകുന്നു, പരസ്യമായിട്ട് നിങ്ങൾ കൂൾബാറുകളിൽ ജ്യൂസ് കുടിക്കരുത് ഈ മാസം, പരസ്യമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, പബ്ലിക് ഇടങ്ങളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. കാരണം അല്ലാഹുവിന്റെ ഷിയാറുകളിൽ പെട്ടതാണ് വിശുദ്ധ റമദാൻ. അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഈ വിശുദ്ധമായ മാസം. ആ മാസത്തിനെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ നോമ്പില്ലെങ്കിൽ അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്നു വേണ്ട. നോമ്പന്നെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അല്ലാഹുവിനാണ് അറിയാം. നമ്മളൊരാളെയും അറിയിക്കണ്ട. നമ്മൾ നോമ്പില്ലെങ്കിലും പർച്ചേസ് എടുക്കാൻ ചില ആളുകളുണ്ട്. ടൗണിലൊക്കെ ഇറങ്ങിയാൽ ഇപ്പൊ എന്താ പറയുക, മാൾ കൾച്ചർ ആണല്ലോ. ആ മാളിൽ പോയാൽ തൊട്ടടുത്ത് തന്നെ കോഫി ഷോപ്പ് ഉണ്ടാവും, അവിടെ ജ്യൂസിന്റെ കട ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അവിടെ ചെറിയ മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിലപ്പുറം മുതിർന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഈ മാസത്തോട് കാണിക്കുന്ന പവിത്രതയുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സഹോദരിമാരെ, നിങ്ങൾക്ക് നോമ്പില്ലാത്ത സമയങ്ങളാണെങ്കിലും ആ സമയത്തും നമ്മൾ പരസ്യമായി ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടില്ല. അത് ഒരു അപമാനിക്കലാണ്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളെ ഒരു മുസ്ലിമായിട്ടാണ്
മറ്റുള്ള മതസ്ഥരെക്കാൾ നമുക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിങ്ങളുടെ കാര്യത്തെ കുറിച്ച് ഉത്കണ്ഠയില്ല. ഇപ്പോ ഇന്നത്തെ ലോക അടിസ്ഥാനത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിം ഉമ്മത്താണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഉണ്ടായാലും യുദ്ധക്കെടുതിയുടെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്, ഒരു സംശയവുമില്ല കാര്യത്തിൽ. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ നടക്കുന്ന സായുധ പോരാട്ടങ്ങളിലും യുദ്ധങ്ങളിലും മറ്റു പ്രശ്നങ്ങളിലുമൊക്കെ നമുക്ക് എന്ത് വേണം? ഒരു ഉത്കണ്ഠയും വിഷമവും നമ്മുടെ പ്രാർത്ഥനകളും അള്ളാഹുലേക്ക് ഉയരണം. അള്ളാഹു അങ്ങനെ ദുആ ചെയ്യുന്ന ഏറ്റവും നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഈമാൻ ദുർബലപ്പെട്ടു എന്നുള്ളതിന്റെ മറ്റൊരു ലക്ഷണമാണ് അനാവശ്യ തർക്കവും കലഹവും. ഇപ്പോഴും റമദാനായിട്ട് പോലും വീട്ടിൽ നിന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ട്, ഭാര്യയോട് ചൂടാകുന്നവരുണ്ട്, ഭർത്താവിനോട് ചൂടാകുന്ന ആളുകളുണ്ട്, മക്കളോട് അനാവശ്യമായി ദേഷ്യം പിടിക്കുന്നവരുണ്ട്. ഈ ദേഷ്യം എന്ന് പറഞ്ഞാൽ അതിന് ഹൈറുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താൽ അവരെ ശാസിക്കണം. അതിലല്പം കാർക്കശ്യത്തോടുകൂടി ഒരു വാപ്പ എന്നുള്ള നിലക്ക് സംസാരിക്കേണ്ടി വരും, ഒരു ഉമ്മ എന്നുള്ള നിലക്ക് ഉപദേശങ്ങൾ നൽകേണ്ടി വരും. അതിനപ്പുറം പോകുന്ന ചില ദേഷ്യങ്ങളുണ്ട്. അപ്പൊ ചില ആളുകൾ പറയും, ഞങ്ങൾ കുടുംബത്തോടെ ദേഷ്യക്കാരാണ്, തറവാട്ടിലെ മൊത്തം ദേഷ്യക്കാരാണ്, എല്ലാവരും പ്രശ്നമുള്ള ആളുകളാണ്. അത് നല്ല ഗുണവുമല്ല, അതൊരു മോശമായ രീതിയാണ്. അത് മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാവരും ചൂടന്മാരാന്ന് പറയും. അങ്ങനെ ചൂടാകിയ ആളുകൾ ചില ആൾക്ക് നോമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയാണല്ലോ, അവർ ഈ ചൂടാകൽ കണ്ടിട്ടാണ്. ചൂടാകേണ്ടത് ഇബാദത്തേ അല്ല നോമ്പ്. വിശുദ്ധ റമദാനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗങ്ങളിൽ പോലും സഹോദരങ്ങളെ, അത് നോമ്പിനെ ആളുകൾ വെറുക്കുന്ന ഒരു പദപ്രയോഗമായി മാറാൻ പാടില്ല. കടയിൽ പോയി ചൂടാക്കാൻ പറയും, ഫ്രൂട്ട്സ് കടയിൽ പോയി ചൂടാകുക, തൊട്ടടുത്ത മീൻ കടയിൽ പോയി ചൂടാകുക, മസാല കടയിൽ പോയി ചൂടാകുക, എല്ലായിടത്തിലും പോയിട്ട് ചൂടാവുക. എന്നിട്ടെന്താ നോമ്പാണെന്ന് പറയും. എന്ത് നോമ്പ്? നോമ്പല്ലാഹു സ്വീകരിക്കൂല. നോമ്പെന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും പിടിച്ചു വെക്കാൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു കരുത്താണ് വിശുദ്ധ റമദാനിലെ നോമ്പെന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും പിടിച്ചു വെക്കാൻ. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഈ റമദാനായാലും നമ്മളുടെ സംസാരമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. സംസാരം വളരെ കുറവ്. ഇപ്പൊ സ്ത്രീകളെയും പുരുഷന്മാരെയും അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാരൊരു 100 വാക്ക് പറയുകയാണെങ്കിൽ സ്ത്രീകൾ ഒരു 500 വാക്ക് പറയും. അതാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു മനഃശാസ്ത്രം. അത് അവർക്ക് പ്രകൃതിപരമായി അള്ളാഹു നൽകിയതാണ്. സഹോദരിമാരെ, നിങ്ങൾ 500 വാക്ക് പറഞ്ഞാലും അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വാക്കാകണം. പടച്ച തമ്പുരാന് തൃപ്തിപ്പെട്ട വാക്കാകണം. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറഔനിന്റെ കൊട്ടാരത്തിൽ പോകുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖൗലൻ സദീദാ, നിങ്ങൾ നേരായ വാക്ക് പറയണേ. ഖൗലൻ സദീദാ, വ്യക്തമായ ഏറ്റവും നേരായ ചൊവ്വായ, മലയാളത്തിൽ അത് നേരെ കൊടുക്കാൻ പറ്റുന്ന ഒരു പദം, അർത്ഥം എന്ന് പറയുന്നത് ചൊവ്വായ വാക്ക്, നല്ല പദം. നമ്മളുടെ സംസാരങ്ങൾ കേട്ട് ആളുകൾക്ക് ഇഷ്ടം തോന്നണം, നമ്മളുമായി ഇടപഴകാൻ തോന്നണം, നമ്മളൊന്ന് ഓടിയകലാൻ തോന്നരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മദീന മുനവ്വറയിൽ സ്വഹാബികൾക്ക് ഇരിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സംസാരം ഇങ്ങനെ കേൾക്കാൻ. പ്രവാചകൻ ഇങ്ങനെ ഓരോ കാര്യം പറയും, റസൂൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കും. അത് നമ്മൾ കരുതേണ്ട ഒരു പരലോക കാര്യം മാത്രമാണ്. ദുനിയവിയായ വിഷയവും പ്രവാചകൻ പറയുമായിരുന്നു. ദുനിയാവിലെ ഓരോ കാര്യങ്ങളും, കച്ചവടത്തിന്റെ വിഷയം, ഭക്ഷണത്തിന്റെ വിഷയം, സംസ്കാരത്തിന്റെ വിഷയം, സ്വഭാവത്തിന്റെ വിഷയം, നിത്യജീവിതത്തിലെ മറ്റു കാര്യങ്ങളുടെ വിഷയം, മക്കളെ വളർത്തുന്നതിന്റെ വിഷയം, കുടുംബകാര്യങ്ങൾ എന്ന് വേണ്ട പ്രവാചകൻ വിശദീകരിക്കാത്ത മേഖലകളില്ല. ഇതൊക്കെ കേൾക്കാൻ വളരെ നല്ല രൂപത്തിൽ താല്പര്യത്തോടുകൂടി സ്വഹാബികളിരിക്കുമായിരുന്നു. മദീനയിൽ പോകുന്ന ആളുകൾക്ക് കാണാം, മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഈ 3 ഖബറുകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ച വീടിന്റെ ഭാഗത്തുള്ളത്. അതിന്റെ നേരെ പിറകിൽ റൗദയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു കെട്ട് കാണാം. അവിടെ ആ കെട്ട് അഹ്ലു സുഫ എന്ന് പറയുന്ന മദീനയിലെ പട്ടിണിപ്പാവങ്ങളായ സ്വഹാബികൾ പ്രവാചകനിൽ നിന്ന് ഖുർആനും ഹദീസും പഠിക്കാൻ മദീനയിൽ മുനവ്വറയിൽ ഇരുന്ന ആ സ്ഥലത്താണ് ആ കെട്ട് കെട്ടി വെച്ചത്. അവിടെ വേറൊരു നിർമ്മിതിയും മതകാര്യ വകുപ്പ് ചെയ്തിട്ടില്ല. ആ ഒരു കെട്ടാണ്. സ്ക്വയറിൽ നമ്മൾ വീടിനൊക്കെ തറയിട്ട് മാതിരി ഒരു തറ, അത് കാണാം. അപ്പൊ അത്രമേ ഇൽമിന്റെ വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് പലതും കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നവരായിരുന്നു ആ സമൂഹം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനാവശ്യ തർക്കങ്ങൾ നമ്മൾ ഒഴിവാക്കണം. തർക്കം ഒഴിവാക്കുക. കുടുംബ പ്രശ്നങ്ങളൊക്കെ
പലതും തർക്കിച്ചാണ് ഒന്നുമല്ലാതെയാണ്. തർക്കിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോയാണ്. ഇപ്പൊ പുതുതായി കല്യാണം നടക്കുന്ന മക്കളൊക്കെ പലപ്പോഴും വിവാഹം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ വിവാഹ ജീവിതത്തിലേക്ക് വന്നിട്ട് അവരുടെ ജീവിതം തർക്കിച്ച് കഴിച്ചു കൂട്ടുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 1.5-2 മാസം ഒരു ഫാമിലി കോർട്ടിൽ അഡ്വക്കേറ്റിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മളുടെ സമുദായത്തിലെ 50% വരുന്ന കുട്ടികൾ ഡിവേഴ്സിന് വേണ്ടി, വിവാഹമോചനത്തിന് വേണ്ടി കുടുംബ കോടതികളിൽ കയറിയിറങ്ങുകയാണ്. അവര് ചെറിയ ആൾക്കാരൊന്നുമില്ല, നല്ല കുടുംബങ്ങളിലുള്ള മക്കളാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അവർ വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷെ എന്തിനാണ് വിവാഹം എന്ന് പഠിക്കാതെ അവർ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് പൊരുത്തപ്പെട്ടു പോകാനും വിട്ടുവീഴ്ച ചെയ്തു പോകാനും മനസ്സ് കാണിക്കാതെ കുടുംബ കോടതികളിൽ കയറിയിറങ്ങി വിവാഹമോചനത്തിൽ നടക്കുന്ന മുസ്ലിം ഉമ്മത്തിൽ എത്രയോ മക്കളുണ്ട്. എനിക്ക് ഇവിടെ മക്കളൊന്നുമില്ല, എന്നാലും രക്ഷിതാക്കളുണ്ട്. ഇപ്പൊ നമ്മുടെ പെൺകുട്ടികളും പറയാൻ തുടങ്ങി കല്യാണം വേണ്ട. ശ്രദ്ധിച്ചിട്ടോ? കല്യാണം വേണ്ട. അതിന് പറയുന്ന കുറെ കാരണങ്ങളുണ്ട്. പറയുന്ന കാരണങ്ങൾ ഒന്ന്, പഠിച്ച് നല്ല ജോലി ആയതിനു ശേഷം മതി എനിക്കൊരു വിവാഹം. പക്ഷെ നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്, മക്കളെ പെണ്ണായി അല്ലാഹു ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ കുടുംബ വ്യവസ്ഥയിൽ, ഈ ദുനിയാവിലെ സാമ്പത്തിക വ്യവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉത്തരവാദിത്വവും സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. എന്നോട് നിങ്ങളോടൊക്കെ ചോദിക്കും, ഭക്ഷണം വാങ്ങി കൊടുത്തോ, വസ്ത്രം കൊടുത്തോ, പാർപ്പിടം വീടുണ്ടാക്കി കൊടുത്തോ? ഒരു പുരുഷന്റെ ഉത്തരവാദിത്തമാണത്. ഈ ചോദ്യം അല്ലാഹു എന്നോട് നിങ്ങളോട് ചോദിക്കും. നേരെ മറിച്ച് നമ്മുടെ ഈ ചുമരിന്റെ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ സഹോദരിമാരുണ്ടല്ലോ, നമ്മുടെ ഭാര്യമാരുണ്ടല്ലോ, നമ്മുടെ പെങ്ങന്മാരുണ്ടല്ലോ, അവരോട് അല്ലാഹു ചോദിക്കില്ല സാമ്പത്തിക വിഷയത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് ഖൈറാണ്. ഇസ്ലാം സ്ത്രീകൾ ജോലി ചെയ്യുന്ന വിഷയത്തിലൊന്നും യാതൊരു തടസ്സവും വെക്കുന്നില്ല. മഹദിയായ ഖദീജത്തുൽ ഖുബ്ര റളിയല്ലാഹു അൻഹ മക്കയിലെ ഏറ്റവും നല്ല വർത്തക പ്രമുഖയായിരുന്നു, നല്ല കച്ചവടക്കാരിയായിരുന്നു. ഒരു പ്രശ്നവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്തതിനു ശേഷം മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടം നടത്തിയിട്ടുണ്ട്. നല്ല കച്ചവടക്കാരിയായിരുന്നു. ഇന്നും കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്ന മീഡിയ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ മുമ്പ് പ്രവാചകനെ ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് സിറിയയുടെ ഭാഗത്തേക്ക്. അന്ന് പല പ്രവിശ്യകളായിട്ടാണ് സൗദി അറേബ്യ, ഇന്നത്തെ കിങ്ഡം ഓഫ് സൗദി അറേബ്യ അല്ല, ഓരോ പ്രവിശ്യകളാണ്. അപ്പൊ ആ ഭാഗം അന്ന് സിറിയയുടെ ഭാഗമായിട്ടുള്ള, ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭാഗമായിട്ടുള്ള ആ സ്ഥലം ഖദീജ റളിയല്ലാഹു അൻഹ ആ ചന്തയായി കച്ചവടം നടത്താൻ വേണ്ടി തെരഞ്ഞെടുത്ത ആ ചന്തയെ കുറിച്ചുള്ള ഒരു ഫീച്ചർ രണ്ട് ദിവസം കാണുകയുണ്ടായി. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അളവുകോല് അല്ലെങ്കിൽ ഒരു പരിധി അല്ലാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിലും സഹോദരിമാരെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ, കല്യാണം കഴിക്കുന്നതിൽ, വിവാഹിതരാവുന്നതിൽ ജോലി ഒരു തടസ്സം നമ്മുടെ പെൺമക്കൾക്കാകാൻ പാടില്ല. ആൺകുട്ടികൾക്ക് അത് വേണമെന്ന് നിർബന്ധം പിടിക്കുകയും വേണം. കാരണം കുടുംബത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്, കുടുംബം നോക്കേണ്ടവരാണ്. ഇതൊക്കെ ഇസ്ലാമിൽ കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അത് പുതിയൊരു പ്രവണതയാണ്. എല്ലാം വൈബാണ്, എല്ലാം ട്രെൻഡാണ്. അപ്പൊ അതിനവര് പറയും, ചില ആളുകൾ പറയുന്നത്, എന്റെ ഉപ്പയും ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അവരെ വിവാഹ ജീവിതത്തിൽ ഞാനൊരു സന്തോഷവും കണ്ടിട്ടില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കും എന്റെ ജീവിതം എന്ന് പറയുന്ന മക്കളുണ്ട്. അങ്ങനെയാവാൻ പാടില്ല. നമ്മൾ അവരുടെ മുമ്പിൽ മാതൃക ഉപ്പയും ഉമ്മയും ആയിരിക്കണം. എന്റെയും എന്റെ ഭാര്യയുടെയും സന്തോഷം കണ്ടിട്ടായിരിക്കണം എന്റെ മക്കൾ വളരുന്നത്. എന്റെ മക്കൾ കുടുംബ ജീവിതത്തെ പറ്റി പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പുറത്തു പോയിട്ടല്ല, പ്രഭാഷണങ്ങൾ കേട്ടിട്ടല്ല, ഖുതുബകൾ കേട്ടിട്ടല്ല അവർ മനസ്സിലാക്കുന്നത്. കുറെ നമ്മളിലൂടെയാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുക. അല്ലെ, വാപ്പാന്റെ തന്നെ മോനാണെന്നൊക്കെ പറയും, അല്ലെ വല്യപ്പാന്റെ തന്നെ പേരക്കുട്ടിയാണെന്നൊക്കെ പറയും. എന്താണ് പറയുന്നത്? ആ സ്വഭാവം ഇമിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അനാവശ്യ തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്താൽ തന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ കുടുംബ ജീവിതം അത് അല്ലാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലായി തീരും. പിന്നെ നമുക്ക് വേണ്ടത് ഈ ലോകത്തോടുള്ള ഒരു ആസക്തി കുറച്ച് പരലോകത്തെ സ്നേഹിക്കുക. അതിനർത്ഥം ചില ആളുകൾ പറയും നല്ല ദീനിയാവുക എന്ന് പറഞ്ഞാൽ പരലോക തൊഴിലാളിയാണ്. വെറുതെ പറയാ. ഈ ദുനിയാവിലെ ഭൗതികവാദി ജീവിക്കുന്നതിനേക്കാൾ മനസ്സമാധാനത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിക്കുന്നവൻ സത്യവിശ്വാസിയാണ്. ഒരു സംശയമില്ല.
ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. നിങ്ങൾ വേണമെങ്കിൽ ഒരു സർവേ നടത്തി, ഈ മഹലിൽ തന്നെ ഒരു സർവേ നടത്തിക്കോ, ഈ മഹലിൽ നടത്തിക്കോ, പുറത്തേക്കൊന്നും പോകണ്ട, കോഴിക്കോട് കോർപ്പറേഷൻ മുഴുവനൊന്നും പോകണ്ട. സമാധാനത്തോടുകൂടി സമാധാനം ആഗ്രഹിക്കുകയും സമാധാനം തേടുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ആ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന കുടുംബത്തെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് മതപരമായ ചില ചുറ്റുപാടുകൾ ഉണ്ടാവും, ദീനി ചുറ്റുപാടുകൾ ഉണ്ടാവും, ദീനിനോട് സ്നേഹം ഉണ്ടാവും. അപ്പൊ ദീനിലേക്ക് നമ്മൾ അടുക്കുന്നതോടുകൂടി ദുനിയാവിൽ അല്ലാഹു നല്ലൊരു ജീവിതം നൽകുകയും പരലോകം അല്ലാഹു നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ അല്ലാഹു നമുക്ക് നൽകുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഇഷ്ടം സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കുണ്ടായിരിക്കണം. ഞാൻ ദീർഘമായി മുന്നോട്ട് പോകുന്നില്ല. എന്തായാലും ഈമാൻ ദുർബലമാകുന്ന ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞത് ചില ലക്ഷണങ്ങളാണ്. കാരണം ഒന്ന്, ഈമാനികമായ അന്തരീക്ഷത്തിൽ നിന്ന് ദീർഘകാലത്തേക്ക് മാറി നിൽക്കുക. 30 ദിവസവും അള്ളാഹുവിന്റെ ഈ പള്ളിയിൽ വന്ന ഇബാദത്ത് കൃത്യമായി റമദാനിൽ ചെയ്ത ഒരു മനുഷ്യനും 4 വെള്ളിയാഴ്ചകളിൽ മാത്രം വന്ന് ജുമക്ക് വന്ന മനുഷ്യനും രണ്ടും അവരോട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈമാനികമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊന്ന് ഒതുങ്ങിയിരിക്കുന്നത്? ഭക്ഷണം കഴിക്കാത്തത് മാത്രമൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ പല തിരക്കുകളും മാറ്റിവെച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുകയാണ്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പേ നല്ല തിരക്കുകാരായിരുന്നു നമ്മൾക്ക്. പള്ളിയിൽ ഇരിക്കാൻ സമയമുണ്ട്, ഖുർആൻ ഓതാൻ സമയമുണ്ട്, തറാവീഹ് നമസ്കരിക്കാൻ സമയമുണ്ട്, 4:30 എഴുന്നേറ്റ് അത്താഴം കഴിച്ച് സുബഹിക്ക് മുമ്പേ പള്ളിയിൽ വന്നിരുന്ന് 2 റക്അത്ത് നിസ്കരിക്കാനും പിന്നീട് ഓതാനും ഒക്കെ സമയം ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ ഈമാനികമായ ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഈമാൻ ദുർബലപ്പെട്ടു പോകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ നന്മ തിന്മ നിറഞ്ഞ ഒരു പരിതസ്ഥിതിയിൽ ജീവിക്കുക. സിറ്റുവേഷൻ വലിയൊരു ഘടകമാണ്. ഇപ്പൊ ഒരു നമ്മുടെ പുറത്തുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു ക്യാമ്പസിൽ ഒരു മോളെ ചേർക്കാൻ ഒരു രക്ഷിതാവ് പോയപ്പോ അവിടെ പരിസരത്തൊന്നും പള്ളിയില്ല. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, വാപ്പാ ഇത് നല്ല ക്യാമ്പസാണ്, പക്ഷെ എനിക്ക് 5 നേരം നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ലഭിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് ഇവിടെ അഡ്മിഷൻ വേണ്ട എന്ന് പറഞ്ഞത് ഒരു കുട്ടിയാണ്, ഒരു ചെറിയ മോളാണ്. അപ്പൊ അവളത് പറയാൻ അവളെ പ്രേരിപ്പിച്ചത് അവളുടെ മനസ്സിലുള്ള ഈമാനാണ്. അതിനേക്കാൾ നല്ലൊരു ക്യാമ്പസിൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പറയാനുള്ള ഒരു തോന്നൽ അവളുടെ മനസ്സിന് അള്ളാഹു നൽകിയതാണ്. അപ്പം അള്ളാഹുവിന്റെ ദീനിൽ നിന്ന്, ആ ദീനി ചുറ്റുപാടിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും നമ്മൾ മാറി നിൽക്കരുത്. നമ്മുടെ ജീവിതത്തിൽ സാധാരണ നമ്മൾ റമദാനിൽ 5 പേർക്ക് പള്ളിയിൽ വരാറുണ്ട്. പക്ഷെ റമദാൻ കഴിഞ്ഞാൽ പല തിരക്കുകളിലായിരിക്കും നമ്മൾ, സ്വാഭാവികമാണ്. എന്നാലും സഹോദരങ്ങളെ ഞാൻ പറയുകയാണ്, ഒരു ദിവസം ഒരു വക്തെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയിലെത്താത്തൊരു സമയം ഉണ്ടാവില്ല. യാത്രയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, പള്ളിയിൽ ഒരു ദിവസം പള്ളിയിലെത്താത്തൊരു സമയം നമുക്കില്ലാതെ പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് പരിഗണിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തി, ഖൽബുൽ മസാജിദ് അല്ലാഹ്, അള്ളാന്റെ പള്ളിയുമായി ഹൃദയബന്ധം ചേർത്തവരെ അള്ളാഹു പരിഗണിക്കുന്നുണ്ട്. അപ്പൊ പള്ളി ഈ ഗേറ്റൊക്കെ കടന്നാൽ നടന്നു പോകുന്ന രൂപത്തിലല്ല, എപ്പോഴും ഹൃദയത്തിൽ പള്ളി കൊണ്ട് നടക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ പരിഗണനയുണ്ടാകും. പിന്നെയോ ചില ആളുകൾ അവരുടെ ചിന്ത ദുനിയാവിന്റെ വിഷയത്തിൽ മാത്രമായി മാറ്റുമ്പോൾ അവരുടെ ഈമാൻ ദുർബലപ്പെട്ടു പോകും. അങ്ങനെ ഉണ്ടാവരുത്. പിന്നെയോ കുടുംബത്തോടും സന്താനങ്ങളോടും സമ്പത്തിനോടും അവർക്കുള്ള ഒരു വല്ലാത്തൊരു ആസക്തി. എപ്പോഴും എന്ത് സംസാരിക്കുമ്പോഴും മക്കളെ കാര്യം മാത്രം പറയണമെന്നല്ലേ ഞാൻ പറയുന്നത്. എപ്പോഴും കച്ചവടത്തെ കുറിച്ച് മാത്രം പറയാം, വേറെ വിശേഷങ്ങളൊന്നും പറയാനുണ്ടാവില്ല. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അല്ലാഹു പ്രയോഗിച്ചില്ല. ഈ മക്കളെയും സമ്പത്തിനെയും ഒക്കെ അല്ലാഹു ഉപയോഗപ്പെടുത്തിയത് പറഞ്ഞതുമൊക്കെ ഫിത്നയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മക്കളെ കൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു തലവേദന ഉണ്ടാകും. നമ്മുടെ അടുത്തുള്ള പണം എന്ന് പറയുന്ന ഈ സമ്പത്തിനെ കൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ എനിക്ക് നൽകിയ സമ്പത്തിൽ എന്നെ നീ പരീക്ഷിക്കല്ലേ. റബ്ബേ എനിക്ക് നൽകിയ 3 മക്കൾ അല്ലെങ്കിൽ 2 മക്കൾ അല്ലെങ്കിൽ ഒരു കുട്ടി, അള്ളാഹുവേ ആ മക്കളെ കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രയാസപ്പെടുന്നവനായി, അപമാനിക്കപ്പെട്ടവനായി റബ്ബേ നീ ഞങ്ങളെ മാറ്റില്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ വർഷം നമ്മുടെ അടുത്തുള്ള ബാലുശ്ശേരി
പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ SI സാറിന് ഒരു പരിപാടിക്ക് വേണ്ടി വിളിക്കാൻ വേണ്ടി പോയപ്പോൾ സാറിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറെ കുട്ടികൾ ഹയർ സെക്കൻഡറി പ്രായമുള്ള കുറെ കുട്ടികൾ ഇങ്ങനെ നിരന്ന് പോലീസ് സ്റ്റേഷന്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. സാറിനോട് ചോദിച്ചു, സാർ ഇതെന്താണ് ഇവരിങ്ങനെ നിൽക്കുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ അടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെ റാഗിങ് നടത്തിയ കുട്ടികളാണ്. അതിൽ നമ്മുടെ സമുദായത്തിലെ കുട്ടികളുണ്ട്. പക്ഷെ അത് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയെന്ന് പറയും, ആ കുട്ടികൾ നമുക്ക് പറയാം അവരെ പ്രായമാണ്, അവരെ കൗമാരം, അവരെ ഉപ്പമാരെ അച്ഛന്മാരെ വിളിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട് മണിക്കൂറുകളോളം. ആ വാപ്പക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും, ഒരു മകനിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അപമാനമാണത്. ഓൻ എത്ര കോടി സമ്പാദിച്ചിട്ടും കൊടുത്തിട്ടും കാര്യമില്ല. ആ വാപ്പയെ ഒരു 5 മിനിറ്റ് ഒരു തിന്മ ചെയ്തതിന്റെ പേരിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് ഒരു മകൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ എത്ര വലിയ ആളായിട്ടുള്ള കാര്യം. അവൻ SSLCക്ക് ഫുൾ A+ വാങ്ങിയിട്ടുള്ള കാര്യം, ഹയർ സെക്കൻഡറിക്ക് ഫുൾ A+ വാങ്ങിയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തിൽ സഹോദരന്മാരെ, മക്കളെ, പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളുടെ ഈമാൻ ദുർബലപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയോ ഈമാൻ കുറഞ്ഞ ആളുകളുടെ മനസ്സിലുള്ള കൂടുതൽ ചിന്ത എന്ന് പറയും, അത് അവർക്ക് കുറെ തിന്നണം, കുറെ കുടിക്കണം. അവരിങ്ങനെ ദുനിയാവിലെ വിഷയത്തിൽ നാളെ ഉണ്ടാവും മറ്റന്നാളുണ്ട്, അവർ നാളെ ഉണ്ടാവും മറ്റന്നാളുണ്ടാവും എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, ജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ്. നമ്മളുടെ കൂടെ ഇന്നലെ വരെ നടന്ന ആളുകളൊക്കെ പൊട്ടിത്തെറിച്ചു പോകുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ ക്ലാസ്സിന് പോയപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമ്മുടെ മുതിർന്ന 1-2 ഉപ്പമാരെ കാണാനായിട്ട് ചോദിച്ചപ്പോൾ അവര് അള്ളാഹുവിലേക്ക് വിട പറഞ്ഞു പോയി, മരണപ്പെട്ടു പോയി. കഴിഞ്ഞ റമദാനിൽ അവരുണ്ട്. കഴിഞ്ഞ റമദാനിലെ ക്ലാസുകൾ കേൾക്കാൻ, ഹദീസ് പാഠം കേൾക്കാൻ, കഴിഞ്ഞ റമദാനിലെ തറാവീഹ് നമസ്കരിക്കാൻ, കഴിഞ്ഞ റമദാനിൽ സംഘടിപ്പിച്ച ഇഫ്താറിൽ പങ്കാളികളാവാൻ അവരുണ്ട്. പക്ഷേ ഈ റമദാനിൽ അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങി അവർ പോകേണ്ടി വന്നു. കാരണം അവര് തീരുമാനിച്ചതല്ല, റബ്ബിന്റെ തീരുമാനമാണ്. ആ റബ്ബിന്റെ തീരുമാനം ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തോടു കൂടി ദീർഘകാലം നമ്മൾ ഉണ്ടാകുമെന്ന് കരുതരുത്. അങ്ങനെ കരുതിയ റസൂലുള്ളാഹി പറഞ്ഞത്, രാവിലെ നേരം വെളുത്താൽ നിങ്ങൾ മഗ്‌രിബ് അല്ലെങ്കിൽ നിങ്ങൾ അസ്തമയം ആകുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇനി മഗ്‌രിബ് ആയി കഴിഞ്ഞാൽ പിറ്റേന്ന് ഫജ്ർ ആകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതിന് മുമ്പേ തിരിച്ച് ചിലപ്പോൾ അല്ലാഹു വിളിച്ചെന്ന് വരാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് സ്വരുക്കൂട്ടേണ്ട സംഗതികളെല്ലാം, ഇബാദത്തുകളെല്ലാം സ്വരുക്കൂട്ടി നമ്മുടെ ജനാസ അവിടെ കൊണ്ടുവെക്കുമ്പോൾ വളരെ സംതൃപ്തിയോടുകൂടിയായിരിക്കണം സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയേണ്ടത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലിയ കടക്കാരാകണം. വലിയ കടക്കാരാകാൻ നമുക്കതിന് കുറെ കാരണങ്ങൾ പറയാം. അവിടുന്ന് വാങ്ങി, ഇവിടുന്ന് വാങ്ങി, റോള് തരാനൊക്കെ ആൾക്കാരുണ്ടാവും. നമ്മുടെ രൂപവും കോലും ഡ്രസ്സും നമ്മുടെ വാഹനമൊക്കെ കണ്ടാൽ 10 തൊട്ടേ 15 തൊട്ടേ 20 തൊട്ടേ എന്നൊക്കെ ചോദിച്ചാൽ ആളുകൾ തരും. പക്ഷെ അത് വാങ്ങാൻ എളുപ്പം കഴിയും. ഓരോ പണം വാങ്ങുമ്പോഴും, അത്തരം സമ്പത്തുകൾ കടം വാങ്ങി കൂട്ടുമ്പോഴും നമ്മളുടെ ജനാസ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബാധ്യതയായി അത് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ഒരു മയ്യത്ത് കൊണ്ടുവച്ചാൽ റസൂൽ ആദ്യം ചോദിക്കുന്നത്, ഇയാൾക്ക് എത്ര മക്കളുണ്ടെന്നല്ല റസൂൽ ചോദിക്കുക, ഇയാൾ ഇത് തറവാട്ടുകാരനാണെന്നല്ല ചോദിക്കുക. പ്രവാചകൻ ചോദിക്കുന്നത്, ഇയാൾക്ക് എത്ര കടമുണ്ട് എന്ന് ചോദിക്കും. വലിയ കടമുണ്ട് അല്ലെങ്കിൽ കടമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അല്പം ഇങ്ങോട്ട് മാറി നിൽക്കും. റസൂൽ പറയും, നിങ്ങൾ നിസ്കരിക്കുക, ഈ കടബാധ്യത ഒരാൾ ഏറ്റെടുത്താൽ മാത്രമേ ഈ ജനാസക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. റസൂലുള്ളാഹിയോട് പറയും, 3 ദിനാറല്ലേ നബിയെ, 5 ദിനാറല്ലേ? അപ്പൊ റസൂൽ പറയും, ദിനാർ 5 ആണെങ്കിലും ദിനാർ 8 ആണെങ്കിലും ദിനാർ 3 ആണെങ്കിലും അതവൻ കടക്കാരനാണ്, ഈ മയ്യത്ത് കടക്കാരനാണ്. അതുകൊണ്ട് ആ മയ്യത്തിന്റെ ജനാസയുടെ കടം വീടിയതിനു ശേഷം മാത്രമേ എനിക്ക് നിസ്കരിക്കാൻ പറ്റൂ. അതാരെങ്കിലും ഏറ്റെടുക്കണം. ഏറ്റെടുത്താൽ മാത്രം പോരാ, അത് വീടണം. നമ്മുടെ നാട്ടിൽ ഏറ്റെടുക്കാൻ വലിയ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആളുകൾ ഒരു ജനാസൊക്കെ കൊണ്ടുവച്ചാൽ ഇങ്ങനെ വിളിച്ചു പറയും, മകൻ കൊടുക്കും, പെൺ കൊടുക്കും, അവൻ കൊടുക്കും എന്നൊക്കെ. പക്ഷേ ചില ആളുകൾ ആ പബ്ലിക്കിൽ, പൊതുസമൂഹത്തിൽ, ഒരു മഹല്ലിൽ, ഒരു സംവിധാനത്തിൽ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളോട് പോലും
1% പോലും വാപ്പയുടെ കടത്തിൽ ഒരു തരത്തിൽ